ഒറ്റപ്പെട്ടു പോയവരുണ്ട്. ഒറ്റപ്പെട്ടു പോയവരെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ദുരന്തം കഴിഞ്ഞപ്പോൾ തനിച്ചായിപ്പോയി. ആ തരം ഹതഭാഗ്യര് നേരിട്ട മാനസികാഘാതം, അതേപോലെ ദുരിതത്തിന്റെ ശേഷിപ്പായി നിൽക്കുന്നവര് നേരിടുന്ന മാനസികാഘാതം സാധാരണഗതിയിൽ ഊഹിക്കാവുന്നതിനപ്പുറമുള്ളതാണ്. അവരെയെല്ലാം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ പരിശോധിച്ച വിദഗ്ധ സംഘത്തിന്റെ ആദ്യ പ്രതികരണം വന്നു കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതികരണമല്ലത്. കാരണം ആ സ്ഥലത്ത് വാസയോഗ്യമല്ല എന്നതാണ് അവരുടെ ആദ്യ പ്രതികരണം. അവിടെ കണ്ടവര് എല്ലാം ഉറപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഇടം അവർക്ക് വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കേന്ദ്രം ഫലപ്രദമായ സഹായം ഇത്തരം കാര്യങ്ങളിൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന് മാത്രമായി നിർവഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ സഹായവും നാം പ്രതീക്ഷിക്കുകയാണ്. എങ്ങനെയായാലും ഈ ദുരന്തബാധിതരെ വലിയ തോതിൽ സംരക്ഷിക്കുക, തുറന്നുള്ള ജീവനോപാധി ഉറപ്പുവരുത്തുക, തുറന്ന് അങ്ങോട്ട് തൊഴിൽ സൗകര്യങ്ങൾ ഉണ്ടാവുക, വിദ്യാഭ്യാസം കുട്ടികൾക്ക് മുടങ്ങിപ്പോകാതിരിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായ തോതിൽ ഉറപ്പുവരുത്താനാവുക. അതോടൊപ്പം ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ള ആളുകൾക്ക് മതിയായ പരിചരണവും ശുശ്രൂഷയും നൽകുക. ഈ ദുരിതത്തിന്റെ ഭാഗമായി അംഗഭംഗം വന്നവരുണ്ടെങ്കിൽ, അങ്ങനെ ആളുകളുണ്ട്, അവരുടെ കാര്യം പ്രത്യേകമായി തന്നെ പരിഗണിക്കുക. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിന് നിർവഹിക്കാനുണ്ട്. നമ്മുടെ നാട് പല ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്കിരയാവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ, അതിന്റെ തീവ്രമായ സ്വഭാവത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതിതീവ്ര മഴയും കൊടും വേനലും അതോടൊപ്പമുള്ള മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മുടെ നാടിനും അനുഭവിക്കേണ്ടി വരുന്നു. ഇവിടങ്ങളിൽ വളരെ ഫലപ്രദമായി തുടർ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നാം പരിഷ്കൃത ലോകത്താണ് ജീവിക്കുന്നെങ്കിലും ഇപ്പോഴും ഇത്തരം ദുരന്തങ്ങളുടെ കൃത്യമായ മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും നടത്താൻ കഴിയുന്നില്ല എന്ന പോരായ്മ നിലനിൽക്കുകയാണ്. നമ്മുടെ
ദേശീയ ഏജൻസികൾ കൂടുതൽ കൃത്യതയോടെ അത്തരം കാര്യങ്ങൾ നിർവഹിക്കണം. ലോകത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. നമ്മൾ ഈ രീതിയിലുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് പ്രത്യേകമായി ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും മുന്നറിയിപ്പ് നൽകാനുമുള്ള പ്രത്യേക ശേഷി നമ്മുടേതായ തരത്തിൽ തന്നെ ആർജിക്കാനുള്ള ശ്രമങ്ങളും നടത്തേണ്ടതായിരിക്കും. ആ രീതിയിൽ കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങിയിരിക്കും. ഒരു പ്രശ്നം നാം കാണേണ്ടത് ഇതുപോലുള്ള ഘട്ടങ്ങളിൽ സാധാരണഗതിയിലുള്ള മുന്നറിയിപ്പുകൾ തന്നെ വലിയ തോതിൽ അപകടത്തിന്റെ വ്യാപ്തി കുറക്കാൻ സഹായിക്കും. ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വയനാട്ടിലെ ചെറുമലയും മുണ്ടക്കയും ഒക്കെ, കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ഇതേ ഘട്ടത്തിൽ തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. പക്ഷേ അവിടെ ഉണ്ടായൊരു പ്രത്യേകത, അവിടെ താമസിച്ചിരുന്ന എല്ലാവരും കാലാവസ്ഥയുടെ മാറ്റം അതികഠിനമായി വന്നപ്പോൾ നാട്ടുകാരുടെയും അവിടെ തദ്ദേശഭരണ സ്ഥാപനത്തിന്റെയും എല്ലാം മുന്നറിയിപ്പുകൾ ഇവിടുന്ന് മാറണം എന്ന നിലപാട് എല്ലാവരും കൂടി അവിടുന്ന് മാറി മറ്റു സ്ഥലത്ത് പോയി താമസിച്ചു. യഥാർത്ഥത്തിൽ വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായതെങ്കിലും വിലങ്ങാട് ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഈ കരുതലിന്റെ ഭാഗമായാണ്.